അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി യദ്രികനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ഖൈറ് നൽകട്ടെ. ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് വേളയിൽ അവിടുന്ന് കണ്ട ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പങ്കുവെക്കുന്നത്. അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നരകത്തിൽ ഒരു കൂട്ടം ആളുകളെ ഞാൻ കണ്ടു. അവർ ശവം തിന്നുകയാണ്. ശവമാണ് അവരുടെ ഭക്ഷണം. ഞാൻ ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ഈ കൂട്ടം ആളുകൾ? അവർ ശവം തിന്നാൻ ദുന്യാവിൽ അവർ ചെയ്ത തെറ്റ് എന്താണ്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞത്, ഹൗലായില്ലദീന യഅ്കുലൂന ലുഹുമന്നാസ്, ജനങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നവരാണവർ. ജനങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നവരായതുകൊണ്ടാണ് അവർക്ക് അള്ളാഹു ദുന്യാവിൽ പരലോകത്ത് നരകത്തിൽ അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാൻ കാരണം എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളുടെ മാംസം തിന്നാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരദൂഷണം പറയാമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അള്ളാഹിൻ്റെ റസൂല്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പരദൂഷണം പറയുന്നതിനെ ഉപമിച്ചിട്ടുള്ളത് മാംസം തിന്നുന്നതിനോടാണ്. അയുഹിബ്ബു അഹദുക്കും അൻ യഅ്കുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളുടെ മരിച്ചു കിടക്കുന്ന ഒരു സഹോദരൻ്റെ ശരീരത്തിൽ നിന്ന് മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫകരിഹ്തുമു, നിങ്ങളത് വെറുക്കുന്നില്ലേ? ആ കാര്യം, ഖുർആനിൻ്റെ ആ ഒരു ഉപമ വളരെ ഗൗരവമേറിയതാണ്. മറ്റുള്ളവരുടെ അവൻ കേൾക്കാതെ അവനെക്കുറിച്ച് അവൻ ഇഷ്ടപ്പെടാത്തത് പറയുന്നതിനാണ് പരദൂഷണം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, അത്തദ്റൂന മൽ ഗീബത്തു, പരദൂഷണം എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലാഹുവിൻ്റെ റസൂല് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു, ദിക്റുക അഖാക ബിമാ യക്റഹു, അവൻ വെറുക്കുന്നത് അവനെക്കുറിച്ച് നീ പറയാം. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അഫറൈത ഇൻ കാന ഫീ അഖീ മാ ഖുൽ, ഞാൻ പറയുന്ന കാര്യം എൻ്റെ സഹോദരൻ ചെയ്യുന്നതാണെങ്കിലോ, എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൽ ഉള്ള ഒരു കാര്യം അവനത് ഇഷ്ടമല്ല അത് പറയലിനെ, അതാണ് ഞാൻ പറയുന്നതെങ്കിലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഖ്തബ്തഹു വഇൻ ലം യകുൻ ഫീഹി ഫഖദ് മുഹിതഹു. നീ അവനെക്കുറിച്ച് പറയുന്നത് അവൻ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അവനക്കത് ഇഷ്ടമല്ല നീ പറയുന്നത്, എന്നാൽ അത് പരദൂഷണമാണ്. ഇല്ലാത്തതാണെങ്കിൽ അവൻ്റെ മേൽ കെട്ടിയുണ്ടാക്കി പറയുകയാണ് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. മാത്രമല്ല, അത്ര ഗൗരവമേറിയ ഒരു ശിക്ഷയാണ് ഈ ഹദീസ് തന്നെ. ഈ ഒരു സംഭവം തന്നെ ഹദീസിൽ വേറൊരു രൂപത്തിൽ കൂടെ വന്നിട്ടുണ്ട്. അതായത്
നബിതങ്ങൾ പറയാണ്, ചെമ്പിൻ്റെ നഖമുള്ള ആളുകൾ, അവർ നഖം ചെമ്പാണ്, ആ ചെമ്പിൻ്റെ നഖം കൊണ്ട് അവരുടെ മുഖവും അവരുടെ നെഞ്ചുകളും അവരിങ്ങനെ മാന്തി പിളർത്തുകയാണ്. നമ്മുടെ ഈ നഖത്തിൻ്റെ സ്ഥാനത്ത് അതൊരു ചെമ്പാണെങ്കിൽ നല്ല മൂർച്ചയുണ്ടാകുമല്ലോ, മാംസങ്ങളൊക്കെ പോരുമല്ലോ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അങ്ങനത്തെ ഒരു കൂട്ടം ആളുകളെ ഞാൻ നരകത്തിൽ കണ്ടു. മിറാജിൻ്റെ രാത്രിയിലാണ്. ഞാൻ ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ആരാണ് ആ കൂട്ടം ആളുകൾ? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് വിശദീകരിച്ചു തന്നത്, ഹൗലാഇൽ ലദീന യഅ്കുലൂന ലുഹൂമൻ നാസ്, ജനങ്ങളുടെ മാംസം തിന്നവരാണവർ. വയഖൗന ഫി അറാളിഹിം, ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചവരുമാണ് അവർ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞത് അബൂ ദാവൂദ് രേഖപ്പെടുത്തുന്നൊരു ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവം, 2 തെറ്റുകളാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഒന്ന്, അവർ പരദൂഷണം പറയും. 2, ജനങ്ങളുടെ അഭിമാനത്തിന് അവർ ക്ഷതമേൽപ്പിക്കും. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അഭിമാനത്തെ ജനങ്ങളെ പരസ്യമായി പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് പരിഹസിക്കുക, പൊതുസമൂഹത്തിൽ വെച്ച് അവരുടെ സ്ഥാനമാനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പദവികൾക്ക് അല്ലെങ്കിൽ അവർക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങൾ പറയുക, പ്രചരിപ്പിക്കുക എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ, ഈ ഒരു തെറ്റിൻ്റെ പരിധിയിൽ വരുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ല ഒരു ജീവിതം കാഴ്ചവെച്ച് സന്തോഷിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ അത് പകർന്നു കൊടുക്കൽ, അത് ഷെയർ ചെയ്യൽ, അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. നിങ്ങളൊക്കെയും അതോട് സഹകരിക്കുകയും വേണം. എല്ലാവരുടെയും സഹകരണത്തിന് വളരെയേറെ നന്ദി പറയുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.